പ്രധാന വാർത്തകൾ. സമൂഹത്തോട് പ്രതിബദ്ധത ഇല്ലാത്തതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന വിധികളാണ് പലപ്പോഴും കോടതികളിൽ നിന്നും വരുന്നതെന്ന് എൻ ശംസുദ്ദീൻ MLA. പരാമർശം തൊഴിലുറപ്പ് പദ്ധതിയിലെ അടിക്കാട് വെട്ടുന്നത് നിരോധിച്ചത്. സമൂഹത്തിൽ ഏത് വിഷയത്തെയാണ് എതിർത്തോൽപ്പിക്കേണ്ടതെന്ന ധാരണ യുവാക്കൾക്കുണ്ടാകണമെന്ന് MP രാജേഷ് MP. DYFI ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സമ്മേളനം അടയ്ക്കാപുത്തൂരിൽ. പുരോഗമന പ്രസ്ഥാനമെന്ന് പറഞ്ഞ് CPM രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ. കോവളം കൊട്ടാരം ഒരു കാരണവശാലും സ്വകാര്യ വ്യക്തികൾക്ക് നൽകാൻ അനുവദിക്കില്ലെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി K. രാജൻ. യുവജന പ്രക്ഷോഭയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ സ്വീകരണം. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് KSTA. വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസം തകർക്കുകയാണെന്നും KSTA. പെരിന്തൽമണ്ണയിലെ മരമിൽ മാനേജർ ബാലകൃഷ്ണൻ നായരെ കൊലപ്പെടുത്തിയ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. അന്വേഷണ ചുമതല കൈമാറുന്നത് 4.5 വർഷം ലോക്കൽ പോലീസ് അന്വേഷിച്ചതിന് ശേഷം. പാലക്കാട് ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് തുടങ്ങി. ആൺകുട്ടികളുടെ കബഡിയിൽ ചിറ്റൂർ ബ്ലോക്കിന് കിരീടം. വിദ്യാഭവൻ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം ഞായറാഴ്ച സമാപിക്കും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കോടതികൾ കൂടുതൽ ഉത്തരവാദിത്തം കാട്ടണമെന്ന് അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ MLA. സമൂഹത്തോട് പ്രതിബദ്ധത ഇല്ലാത്ത വിധമാണ് പലപ്പോഴും കോടതികളിൽ നിന്നും വിധി വരുന്നത്. ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാട് വെട്ടുന്നതും പുല്ല് ചെത്തുന്നതും തടഞ്ഞ വിധിയെന്നും എൻ ശംസുദ്ദീൻ MLA പറഞ്ഞു. ഇത്തരം ഉത്തരവുകൾ ഉണ്ടാവാൻ പാടില്ലെന്നും MLA അഭിപ്രായപ്പെട്ടു. മണ്ണാർക്കാട് തൊഴിലുറപ്പ് പദ്ധതി യൂണിയൻ STU ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജഡ്ജിമാർ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ചില കോടതികൾ കേൾക്കാൻ നമ്മൾ തട്ടിപ്പോകും. സമൂഹത്തോടൊരു പ്രതിബദ്ധതയില്ലാതെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അറിയാതെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു സമീപനം നമ്മുടെ കോടതികളിലുണ്ട്. അത് മാറണം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടാകണം. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അറിയണം. അടിക്കാട് പറ്റിയാൽ പരിസ്ഥിതിക്ക് ആകെ കോട്ടമുണ്ടാകും. അടിക്കാട് വെട്ടാൻ പാടില്ല. അല്ലെങ്കിൽ പുല്ല് ചെത്തി കോരാൻ പാടില്ല. അതല്ലാതെ ചില പഞ്ചായത്തിൽ വേറെ പണി ചെയ്യേണ്ടവരാ. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് TS സലാം അധ്യക്ഷത വഹിച്ചു. KT ഹംസപ്പ, കളത്തിൽ അബ്ദുള്ള, അഡ്വക്കേറ്റ് TS സിദ്ദിഖ്, P. റഫീഖ, K. റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി യൂണിയൻ ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനായി PK അബ്ദുള്ളക്കുട്ടിയെയും കൺവീനറായി ഷെഫീഖ് റഹ്മാനെയും കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു. സമൂഹത്തിൽ ഏത് വിഷയത്തെയാണ് എതിർത്തോൽപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ശരിയായ ധാരണ യുവാക്കൾക്ക് വേണമെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് MP പറഞ്ഞു. DYFI ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. എതിർത്ത് തോൽപ്പിക്കേണ്ടതിനെക്കുറിച്ചുള്ള ശരിയായ ധാരണ DYFIക്കുണ്ട്. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ DYFI നിരന്തരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒരു ആദർശമാണ് DYFI നയിക്കുന്നതെന്നും MP രാജേഷ് MP പറഞ്ഞു. കായികവും സാംസ്കാരികവും ശൈക്ഷണികവും എല്ലാമായിട്ടുള്ള വളർച്ചയുടെ വികാസത്തിന്റെ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, അതാണ് DYFI ഉയർത്തിപ്പിടിക്കുന്നത്. പ്രശ്നങ്ങൾ മാത്രമായി നമുക്ക് ശാശ്വതമായി പരിഹരിച്ചു കളയാം എന്ന ഒരു വ്യാമോഹവും DYFI നയിക്കുന്നില്ല. യുവസമൂഹത്തെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, അത് വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാവട്ടെ, തൊഴിലിന്റെ പ്രശ്നമാവട്ടെ, സാംസ്കാരികമായിട്ടുള്ള വളർച്ചയുടെ പ്രശ്നമാവട്ടെ, ശൈക്ഷണികമായിട്ടുള്ള പുരോഗതിയുടെ പ്രശ്നമാവട്ടെ, ഇതെല്ലാം ആത്യന്തികമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയുമായാണ്. ആ സാമൂഹിക വ്യവസ്ഥിതിയുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിൽ മാത്രമേ ഇവിടെ ഇതിന്റെയും അന്തിമ പരിഹാരമുള്ളൂ എന്ന് DYFI തിരിച്ചറിയുന്നുണ്ട്. നാം നടത്തുന്ന സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ ലോകത്താകെ നടക്കുന്ന സംഭവങ്ങളിലുള്ള ഇടപെടലാണ്. അതാണ് DYFIയുടെ സംഘടനാ പ്രവർത്തനം. DYFI ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പ്രസിഡന്റ് P. സജീവ് കുമാർ പതാക ഉയർത്തിയതോടെയാണ് ബ്ലോക്ക് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. അടയ്ക്കാപുത്തൂർ PT ഭാസ്കര പണിക്കർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വിനീഷ് നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ P. സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. V. പ്രജീഷ് കുമാർ രക്തസാക്ഷി പ്രമേയവും P. സുധീർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ് K. ജയദേവൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ E. വിനോദ് കുമാർ, MA അരുൺകുമാർ, CPM ഏരിയ സെക്രട്ടറി B. ഗംഗാധരൻ, M. സിജു, K. ശ്രീധരൻ, K. രാമചന്ദ്രൻ, K. പ്രേംകുമാർ, K. രാമൻകുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട്, ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച എന്നിവയും നടന്നു. ഞായറാഴ്ച പുതിയ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹി തിരഞ്ഞെടുപ്പും ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പും നടക്കും. തുടർന്ന് വൈകിട്ട് അടയ്ക്കാപുത്തൂർ സെന്ററിലെ കൂത്തുപറമ്പ് നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം P. ശ്രീരാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പരിധിയിലെ 9 വില്ലേജ് കമ്മിറ്റികളിൽ നിന്നായി 140 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്.
പുരോഗമന പ്രസ്ഥാനമെന്ന് പറഞ്ഞ് CPM രാജ്യത്ത് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ. പട്ടാമ്പിയിൽ മഹിളാ കോൺഗ്രസ് നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീ സംവരണം കൊണ്ടുവരാൻ മുൻകൈയെടുത്തത് കോൺഗ്രസാണ്. പാർട്ടി കമ്മിറ്റികളിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന നൽകാത്ത പാർട്ടിയാണ് CPM. പുരോഗമന പ്രസ്ഥാനമെന്ന് പറഞ്ഞ് അവർ നടത്തുന്ന പ്രചരണങ്ങൾ കാപട്യമാണെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. 33% സംവരണങ്ങളിലൂടെ സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അമരത്തേക്കും ഒപ്പം തന്നെ അംഗത്വത്തിലേക്കും കടന്നു വരുവാൻ അവസരമൊരുക്കിയത് നിങ്ങൾ ഓർക്കണം. ഇതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് കോൺഗ്രസും നമ്മളുമൊക്കെ അഭിമാനബോധത്തോടുകൂടി പറയുമ്പോൾ പുരോഗമനാശയങ്ങളുടെ അപ്പോസ്തലരെന്ന് വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഈ 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികൾ 64ാം ഭരണഘടനാ ഭേദഗതിയായി അവതരിപ്പിച്ചുകൊണ്ട് ഈ ഒരു സൂര്യ തേജസ്സിനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തിളങ്ങി നിന്ന 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ച ശാസ്ത്ര സാങ്കേതിക രംഗത്തൊരു കുതിച്ചുചാട്ടം നടത്തിയ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച പഞ്ചായത്തി രാജ് നിയമത്തെ എതിർത്ത് തോൽപ്പിക്കുവാൻ മുൻപന്തിയിലുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ CPM-കാരാണ്, CPI-കാരാണ് എന്ന വസ്തുത നാം മറക്കുവാൻ പാടില്ല. മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KT റുഖിയ അധ്യക്ഷത വഹിച്ചു. CP മുഹമ്മദ് MLA, C സംഗീത, DCC സെക്രട്ടറി TP ഷാജി, ശാന്ത ജയറാം, രാജശ്രീ, അംബിക ശ്രീധരൻ, കമ്മുക്കുട്ടി എടത്തോ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കോവളം കൊട്ടാരം ഒരു കാരണവശാലും സ്വകാര്യ വ്യക്തികൾക്ക് നൽകാൻ അനുവദിക്കില്ലെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി K രാജൻ പറഞ്ഞു. AIYF യുവജന പ്രക്ഷോഭയാത്രയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവളം കൊട്ടാരം ഇപ്പൊ രവിപിള്ളയ്ക്ക് കോവളം കൊട്ടാരവും 10 ഏക്കർ സ്ഥലവും കൊടുക്കാൻ പോവാണ്. 1954 തിരുകൊച്ചി ഗവൺമെന്റ്, പിന്നെ രാജാവ് തിരുകൊച്ചി ഗവൺമെന്റിന് കൊടുത്ത സ്ഥലമാണത്. 70 ഖലീഫുകാർ അക്ഷരമേനോൻ എന്ന ദൈത്യകാശാലിയായ മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിന്റെ സ്വന്തം എന്ന ഗവൺമെന്റ് ഉത്തരവിലൂടെ പ്രഖ്യാപിച്ച സ്ഥലമാണത്. ചിലർക്കൊക്കെ മനംമാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോ UDF-ഉം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പറയുന്നത് CPI അങ്ങനെ വല്ലാതെ വർത്തമാനം പറയണ്ട, നിങ്ങളുടെ കൂട്ടത്തിലെ ചില ചേട്ടന്മാരുടെ മനസ്സ് ഞങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നാണ്. പലരുമായി സെറ്റിൽമെന്റ് നടത്തി എന്നാണ് UDF-ന്റെ വാദം. ഉമ്മൻചാണ്ടിയും UDF-ഉം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. നിങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പലരുമായി സെറ്റിൽമെന്റ് ഉണ്ടാക്കും, സന്ധി ഉണ്ടാക്കും. പക്ഷെ നിങ്ങളല്ല, നിങ്ങളുടെ മുതമുത്തത്തിൽ നിന്നാലും രാഷ്ട്രീയ ഇച്ഛാശക്തിയിൽ പ്രത്യയശാസ്ത്രത്തിൽ സന്ധി ഉണ്ടാക്കാൻ പറ്റാത്ത ഒരേ ഒരു പാർട്ടി കേരളത്തിലുണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടി കേരളത്തിൽ പ്രഖ്യാപിക്കുന്നു. ആ പാർട്ടിയും ആ പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുന്ന യുവജന പ്രസ്ഥാനവും ഈ കേരളത്തിൽ പ്രഖ്യാപിക്കുന്നു. ഉമ്മൻചാണ്ടിയല്ല, അതിനേക്കാൾ വലിയ തമ്പുരാൻ വന്നാലും AIYF എന്ന പ്രസ്ഥാനത്തിന്റെ കൊടി കേരളത്തിൽ നിവർന്നു നിൽക്കുന്നിടത്തോളം കാലം കോവളം കൊട്ടാരത്തിന്റെ ഒരു പിടി മണ്ണ് പോലും വിൽക്കാൻ ഈ കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിൽ നിങ്ങൾ ഏത് ചേട്ടനെ കുട്ടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഞങ്ങളൊരു നയത്തിന്റെ നിന്നിൽ നിൽക്കുന്ന പാർട്ടിയാണ്, ഒരു പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പാർട്ടിയാണ്. കേരളത്തിന്റെ പൊന്നിന്റെ വിലയുള്ള മണ്ണുകാക്കാൻ നിശ്ചയാഗ്രതയോടെ നിൽക്കണമെന്ന് നിർബന്ധമുള്ള പാർട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജാഥയിൽ ഞങ്ങൾക്ക് തോന്നിയ അത്ഭുതം. കേന്ദ്ര കേരള സർക്കാരുകളുടെ യുവജന വഞ്ചനയിലും ജനവിരുദ്ധ നടപടികളിലും പ്രതിഷേധിച്ചാണ് AIYF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ണാർക്കാട് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. സംഘാടക സമിതി ചെയർമാൻ P ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ C ജയൻ, CPI ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ്, P പ്രഭാകരൻ, ജോസ് ബേബി, മഹേഷ് കക്കത്ത്, G കൃഷ്ണപ്രസാദ്, G ഉദയകുമാർ, പാലോട് മണികണ്ഠൻ, P നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ വലിയങ്ങാടിയിലെ മരമിൽ മാനേജറുടെ കൊലപാതക അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. 2007 ഡിസംബർ 27-നാണ് മരമിൽ മാനേജർ വടകര സ്വദേശി ബാലകൃഷ്ണൻ നായരുടെ മൃതദേഹം മില്ലിലെ അറയ്ക്കപ്പൊടി കുഴിയിൽ കണ്ടെത്തിയത്. 4.5 വർഷത്തെ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന് ശേഷമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്നത്. കൊലപ്പെടുത്തിയ ശേഷം മരമില്ലിലെ അറക്കപ്പൊടി കുഴിയിൽ മൂടിയ നിലയിൽ 2007 ഡിസംബർ 27-നാണ് വടകര വലിയപറമ്പിൽ ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. പെരുന്നാൾ അവധിക്ക് അടച്ച മില്ല് 27-ന് തുറന്നപ്പോൾ അറക്കപ്പൊടി നീക്കം ചെയ്യുന്നതിനിടെ തൊഴിലാളികളാണ് മരമിൽ മാനേജർ ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ടത്. തലയ്ക്കും മുഖത്തിനും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റതാണ് മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. 4.5 വർഷത്തിൽ അധികമായി കൊലപാതക കേസ് അന്വേഷിച്ചു വരികയായിരുന്നു പെരിന്തൽമണ്ണ പോലീസ്. മരമില്ലിൽ വ്യാജവിലാസത്തിൽ ജോലി ചെയ്തിരുന്ന ബീഹാർ സ്വദേശി
സനിച്ചൻ പൈറ്റ എന്നയാളാണ് പ്രതിയെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. DGPയുടെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ CI ജലീൽ തോട്ടത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടത്തിയ അന്വേഷണത്തിൽ നേപ്പാൾ അതിർത്തി ഗ്രാമമായ ദുബഡയാണ് പ്രതിയുടെ സ്വദേശമെന്നും കണ്ടെത്തി. 2007-ലുണ്ടായ ബാലകൃഷ്ണൻ എന്ന ഈർച്ച മില്ലിലെ മാനേജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായി നേപ്പാൾ ബോർഡറിലുള്ള ബീഹാർ സംസ്ഥാനത്തെ അരാരിയ എന്ന സ്ഥലത്ത് എത്തുകയും അരാരിയ ജില്ലയിലെ നേപ്പാൾ ബോർഡർ പ്രദേശമായിട്ടുള്ള താറാവാടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ഡബഡ എന്ന് പറയുന്ന വില്ലേജിൽ ആണ് ഈ കൃത്യം ചെയ്ത സനിച്ചാർ ബൈറ്റ എന്ന് പറയുന്ന പ്രതിയുടെ വീട് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ രണ്ടാമത്തെ പ്രതിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരം ലഭിക്കുകയും ചെയ്യൂ. കഴിഞ്ഞ 4 വർഷമായി ഈ പ്രദേശത്ത് ഈ സംഭവത്തിന് ശേഷം ഈ പ്രതി ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് അവിടുന്ന് ഒളിച്ചു താമസിക്കുകയാണ് ചെയ്തത്. ഈ 4 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ സഹോദരനും പിതാവും മരണപ്പെട്ടിട്ടും ഈ പ്രദേശത്തേക്ക് അയാൾ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത്. കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ വീട്ടിലും ഭാര്യ വീട്ടിലും അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. പ്രതി കുടുംബസമേതം നേപ്പാളിലേക്ക് കടന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാളെ പിടികൂടിയാലേ കേസിലെ 2ാം പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കൂ. സംഭവം നടന്ന് 5 വർഷത്തോളമായിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത്. നിലവിലുള്ള കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് പെരിന്തൽമണ്ണ പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതോടെ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കേസ് അന്വേഷണം ആരംഭിക്കും. മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തൊടുപുഴ സ്വദേശി ഷാജു എന്ന സോമനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പട്ടാമ്പി പന്തക്കൽപ്പറമ്പ് ദേവീക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ ഷാജു എന്ന സോമൻ ശനിയാഴ്ച പുലർച്ചെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ചായ നൽകിയ ഗ്ലാസ് പൊട്ടിച്ച് തലയിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇടിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നു. ഇയാളെ തുടർന്ന് പട്ടാമ്പിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്തർജില്ലാ മോഷ്ടാവായ ഇയാൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാക്കിയ ആളാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, എടക്കര പോലീസ് സ്റ്റേഷനുകളിൽ ക്ഷേത്ര കവർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിലുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പനമണ്ണ UP സ്കൂളിൽ നടന്ന സമ്മേളനം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം PM മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക, സാമൂഹ്യ നന്മകൾ വീണ്ടെടുക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമ്മേളനം ചേർന്നത്. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന നിലപാടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കായിക മത്സരങ്ങളിൽ വിജയികളാകുന്ന വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളിൽ പഠിച്ചു വരുന്നവരാണ്. വിദ്യാഭ്യാസ വകുപ്പിനെ ലീഗുവൽക്കരിക്കാൻ മന്ത്രി ശ്രമിക്കുന്നുവെന്നും നേതാക്കൾ സമ്മേളനത്തിൽ ആരോപിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് CP സുധാകരൻ അധ്യക്ഷനായി. സ്വാഗത സംഘം ചെയർമാൻ TK മുഹമ്മദ്, P ഹരിദാസൻ, G ഉമേഷ്, K പ്രസാദ്, KP രാമരാജൻ, N പ്രദീപ്, K ഗംഗാധരൻ, V ഇന്ദിര, പ്രിയ ബാലകൃഷ്ണൻ, PP ഹരിദാസ്, CP ഹേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു. അതുമായി ബന്ധപ്പെട്ട് യാതൊരു തീരുമാനവും കഴിഞ്ഞ 18 മാസക്കാലമായി ഈ ഗവൺമെന്റ് എടുക്കുന്നില്ല. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF പ്രക്ഷോഭത്തിന്. അനധികൃത മണൽക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നവംബർ 27 പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് UDF നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPM ഭരിക്കുന്ന വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടക്കുന്നതെന്നും വികസന പ്രശ്നങ്ങളോടെ ഭരണസമിതി മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്നും ആരോപിച്ചാണ് 27-ന് UDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൽ റോഡ്, കുടിവെള്ളം, കൃഷി തുടങ്ങിയ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ ഭരണസമിതിക്കാവുന്നില്ല. പാർട്ടി താൽപര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പഞ്ചായത്തിൽ പ്രസിഡന്റ് പേരിന് മാത്രമാണ് ഉള്ളത്. യാതൊരു പരിപാടികൾക്കും പ്രസിഡന്റ് പങ്കെടുക്കുന്നില്ല. മോതിരപ്പറ്റ മണൽക്കടവിന്റെ പേരിൽ പഞ്ചായത്ത് ഭരണസമിതി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. മണൽ മാഫിയയ്ക്ക് സഹായകമായ നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ഈ വരുന്ന 27-ന് ചൊവ്വാഴ്ച വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ ഒരു ബഹുജന മാർച്ചും തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ ധർണയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും ചില പ്രശ്നങ്ങളിൽ പഞ്ചായത്ത് എടുക്കുന്ന തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടുമാണ് ഈ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന്, മണൽ വാരുന്നതിൽ കുപ്പൂത്ത് മേഖലയിൽ വലിയ നിയമലംഘനമാണ്. ഈ നിയമലംഘനങ്ങളെ തടയേണ്ട ഗ്രാമപഞ്ചായത്ത് ഭരണ നേതൃത്വം
നിയമലംഘനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അംഗീകാരമില്ലാത്ത കടവുകൾ അംഗീകാരമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള തെറ്റായ നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നത്. റോഡ്, കുടിവെള്ളം, ജലസേചനം, കാർഷികോപകരണങ്ങളുടെ വിനിയോഗം തുടങ്ങിയ കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയും ശ്രദ്ധയില്ലായ്മയും പഞ്ചായത്ത് ഭരണ നേതൃത്വം തുടരുകയാണ്. UDF നേതാക്കളായ വി അഹമ്മദ് കുഞ്ഞി, നീലടി സുധാകരൻ, കൃഷ്ണൻ നമ്പൂതിരി, അബു ഹാജി, ഹുസൈൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കാട് ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് തുടങ്ങി. ആദ്യ ദിനത്തിൽ നടന്ന കബഡി മത്സരത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചിറ്റൂർ ബ്ലോക്ക് ജേതാക്കളായി. ആദ്യ ദിനമായി ശനിയാഴ്ച കബഡി മത്സരവും ഫുട്ബോൾ മത്സരവുമാണ് നടന്നത്. കബഡി മത്സരത്തിൽ ആൺകുട്ടികൾ വിഭാഗത്തിൽ ചിറ്റൂർ ബ്ലോക്ക് ജേതാക്കളായി. പെൺകുട്ടികളുടെ വിഭാഗം കബഡി മത്സരം അവസാനിച്ചെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ഫലപ്രഖ്യാപനം നടത്താനായിട്ടില്ല. ഫുട്ബോൾ മത്സരം ശനിയാഴ്ച തന്നെ അവസാനിപ്പിക്കാനാണ് സംഘാടകർ തീരുമാനിച്ചതെങ്കിലും ടീമുകളുടെ ആധിക്യം കാരണം ഞായറാഴ്ചയും മത്സരം തുടരും. മത്സരങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. റഫീഖ് അധ്യക്ഷത വഹിച്ചു. ഞായറാഴ്ച തച്ചമ്പാറ പാലക്കയം നവോദയ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന വോളിബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനം KB വിജയദാസ് MLA നിർവഹിക്കും. പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിൽ നടക്കുന്ന മലപ്പുറം ജില്ലാ കലാമേള 2 ദിവസം പിന്നിട്ടപ്പോൾ മലപ്പുറം കൊടുവായൂർ വ്യാസ വിദ്യാനികേതൻ മുന്നിൽ. കലോത്സവം ഞായറാഴ്ച സമാപിക്കും. കലോത്സവത്തിന്റെ 2ാം ദിവസം നാടോടി നൃത്തം, സംഘനൃത്തം, കുച്ചിപ്പുടി, തിരുവാതിരക്കളി തുടങ്ങിയ നൃത്ത മത്സരങ്ങൾ അരങ്ങേറി. സംഘഗാനം, ഗാനാലാപനം, ദേശഭക്തിഗാനം, ശാസ്ത്രീയ സംഗീതം, പദ്യം ചൊല്ലൽ തുടങ്ങിയ ആലാപന മത്സരങ്ങളും നാടൻപാട്ട് മത്സരവും ശനിയാഴ്ച നടന്നു. കലോത്സവം 2ാം ദിവസം പിന്നിട്ടപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊടുവായൂർ വിദ്യാനികേതൻ സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആതിഥേയരായ വള്ളുവനാട് വിദ്യാഭവനാണ് 2ാം സ്ഥാനത്ത്. UP വിഭാഗത്തിൽ അങ്ങാടിപ്പുറം സങ്കുൽ ആണ് മുന്നിൽ. LP വിഭാഗത്തിൽ തിരൂരങ്ങാടി സങ്കുൽ കിരീടത്തിലേക്ക് അടുക്കുകയാണ്. LP വിഭാഗത്തിൽ അങ്ങാടിപ്പുറം സങ്കുലാണ് 2ാം സ്ഥാനത്ത്. കലോത്സവത്തിന്റെ അവസാന ദിനമായ ഞായറാഴ്ച 25 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ മലപ്പുറം ജില്ലാ ഘടകം പ്രവർത്തനം ആരംഭിച്ചു. പെരിന്തൽമണ്ണ DYSP KP വിജയകുമാർ സംഘടനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ വകുപ്പുകളിൽ നിന്നും വിരമിച്ച പ്രമുഖരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരും ഉൾപ്പെടെയുള്ളവരെ അംഗങ്ങളാക്കിയാണ് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് മനുഷ്യാവകാശ സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ പെരിന്തൽമണ്ണ അമൃതം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ DYSP KP വിജയകുമാർ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ മലപ്പുറം ജില്ലാ ഘടകം ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രതിക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് വരുന്ന പരാതിക്കാരനോ കിട്ടേണ്ടതായ അവകാശങ്ങളെ പറ്റി പലപ്പോഴും ധ്വംസിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം നമുക്കൊക്കെ പരിചയമുള്ളതാണ്, കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അവിടേതായിട്ടുണ്ട്. അവിടെ ചെല്ലുന്ന ആളുകൾക്ക് പലപ്പോഴും അവിടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ബന്ധപ്പെട്ട ചിലപ്പം അധികാരം എക്സസൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു വ്യക്തികളെ മാത്രം സംബന്ധിക്കുന്നതാണ്. സമൂഹത്തെ ബാധിക്കുന്ന രീതിയിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം കാർബൈഡ് മധ്യപ്രദേശിലുണ്ടായിട്ടുള്ള സംഘടനയിൽ ചേർന്നവർക്കുള്ള അംഗത്വ കാർഡുകൾ പെരിന്തൽമണ്ണ നഗരസഭാ വൈസ് ചെയർമാൻ M. മുഹമ്മദ് സലീം വിതരണം ചെയ്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ P. കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KT ഹംസ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ യൂസഫ് കൊട്ടാരത്തിൽ, റിട്ടയർഡ് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് P. മാധവൻ, ഡോക്ടർ മേജർ വേണുഗോപാൽ, P. ഉണ്ണിൻകുട്ടി, സുബൈർ കൊട്ടാര, CS സോമസുന്ദരൻ, ഷാലിമാർ ഷൌക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യാവകാശ സംരക്ഷണത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടി പ്രവർത്തിക്കുകയും മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയുമാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സംയോജിത നീർത്തട പരിപാലന പദ്ധതിക്ക് തുടക്കമായി. മുളയങ്കാവിൽ വെച്ച് നടന്ന ചടങ്ങിൽ MP രാജേഷ് MP പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നീർത്തടങ്ങളുടെ സംരക്ഷണം നമ്മുടെ പരിസ്ഥിതിക്കും എല്ലാം സഹായകരമാവും.
ഞാൻ പദ്ധതിയെക്കുറിച്ചൊന്നും കൂടുതൽ പ്രസംഗിക്കുന്നില്ല. 14 കോടി രൂപയുടെ നീർത്തട പരിപാലന പദ്ധതിയാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. കുലിക്കല്ലൂരിലെ മുളയങ്കാവിൽ വെച്ചാണ് നീർത്തട പരിപാലന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത്. പരമ്പരാഗത നീർത്തടങ്ങളുടേതുൾപ്പെടെയുള്ളവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുക. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ കണ്ടമുത്തൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുബൈദ ഇസാഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി വസന്ത, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഗൗരി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. UDF-നെ ഭരണത്തിൽ എത്തിക്കാൻ നേതൃത്വം നൽകിയ AK ആന്റണി തന്നെ UDF സർക്കാരിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കുകയാണ് വേണ്ടതെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി കെ രാജൻ പറഞ്ഞു. AIYF-ന്റെ യുവജന പ്രക്ഷോഭയാത്രയ്ക്ക് ചെർപ്പശ്ശേരി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വസന്തകാലം കേരളത്തിന് ഉമ്മൻചാണ്ടി സമ്മാനിക്കുമെന്ന് കേരളത്തിനോട് സാക്ഷ്യം പറഞ്ഞ ആന്റണി 18 മാസക്കാലം കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഇരിക്കുന്ന വേദിയിൽ പറഞ്ഞു, ഇടതുപക്ഷം എത്ര ഭേദമായിരുന്നു കേരളത്തിൽ. ഇടതുപക്ഷത്തിന്റെ കാലത്ത് കേരളത്തിലേക്ക് ഒരു വ്യവസായത്തെ, വികസനത്തെ പറഞ്ഞേക്കാൻ ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമില്ല. നാളെ ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് രാജിവെക്കണമായിരുന്നു. രാജിവെക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകേണ്ടതായിരുന്നു. തന്നെ അവരോധിക്കാൻ നേതൃത്വം നൽകി ആന്റണി തന്നെ തന്റെ ഗവൺമെന്റിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ചെകിട്ടിൽ പഞ്ഞി തിരികെ വെച്ച ഒരു കാഴ്ചക്കാരനെ പോലെ മിണ്ടാതിരുന്നു കേരളത്തിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി. അറിവും തൊഴിലും ജന്മാവകാശം എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കും യുവജന വഞ്ചനയ്ക്കുമെതിരെയാണ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ AIYF യുവജന പ്രക്ഷോഭ ജാഥ നടത്തുന്നത്. 4 ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കിയ ജാഥ ശനിയാഴ്ചയാണ് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചത്. ചെർപ്പുളശ്ശേരിയിൽ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ ജാഥാംഗങ്ങളായ AIYF സംസ്ഥാന പ്രസിഡന്റ് G കൃഷ്ണപ്രസാദ്, ജോയിന്റ് സെക്രട്ടറി മഹേഷ് കക്കത്ത്, പ്രശാന്ത് രാജൻ, G ഉദയകുമാർ, മനോജ്, മീന സുരേഷ്, KP സന്ദീപ്, N അരുൺ, DT അജയ്കുമാർ, CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, പാലോട് മണികണ്ഠൻ, OK സൈദലവി, N നാരായണൻ, കൊങ്ങശ്ശേരി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. DYFI ചെറുപ്പശ്ശേരി ബ്ലോക്ക് സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് കാർമണയിൽ വാദ്യകലാകാരൻ ചെറുപ്പശ്ശേരി ശിവൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KK നാരായണൻകുട്ടി അധ്യക്ഷനായി. PM വാസുദേവൻ, V ഉദയഭാസ്കർ, M സിജു, K സുരേഷ് തുടങ്ങിയവരും സംസാരിച്ചു. ഗുരുവായൂർ ഏകാദശി ഉത്സവത്തോടനുബന്ധിച്ച് പട്ടാമ്പി പടിഞ്ഞാറെ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടന്നു. രാവിലെ അഖണ്ഡ പുഷ്പാഞ്ജലി, അഖണ്ഡനാമനൃത്ത ജപം, വിശേഷാൽ പൂജകൾ എന്നിവയും ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി. വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. മണ്ഡലമാസാചരണത്തോടനുബന്ധിച്ച് ചെറുകോട് ഗോവിന്ദപുരം വിഷ്ണുക്ഷേത്രത്തിൽ അഖണ്ഡനാമനൃത്ത യജ്ഞം നടന്നു. ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ച യജ്ഞം ഞായറാഴ്ച പുലർച്ചെ സമാപിച്ചു. ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും ക്ഷേത്രത്തിലുണ്ടായിരുന്നു. നിരവധി ഭക്തരാണ് ദർശനത്തിനായി ക്ഷേത്രത്തിൽ എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തോട് പ്രതിബദ്ധത ഇല്ലാത്തതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന വിധികളാണ് പലപ്പോഴും കോടതികളിൽ നിന്നും വരുന്നതെന്ന് N ഷംസുദ്ദീൻ MLA. പരാമർശം തൊഴിലുറപ്പ് പദ്ധതിയിലെ അടിക്കാട് വെട്ടുന്നത് നിരോധിച്ചത്. സമൂഹത്തിൽ ഏത് വിഷയത്തെയാണ് എതിർത്തോൽപ്പിക്കേണ്ടതെന്ന ധാരണ യുവാക്കൾക്കുണ്ടാകണമെന്ന് MB രാജേഷ് MP. DYFI ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സമ്മേളനം അടയ്ക്കാപുത്തൂരിൽ. പുരോഗമന പ്രസ്ഥാനമെന്ന് പറഞ്ഞ് CPM രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ. കോവളം കൊട്ടാരം ഒരു കാരണവശാലും സ്വകാര്യ വ്യക്തികൾക്ക് നൽകാൻ അനുവദിക്കില്ലെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി K രാജൻ. യുവജന പ്രക്ഷോഭയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ സ്വീകരണം. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് KSTA. വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസം തകർക്കുകയാണെന്നും KSTA. പെരിന്തൽമണ്ണയിലെ മരമിൽ മാനേജർ ബാലകൃഷ്ണൻ നായരെ കൊലപ്പെടുത്തിയ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. അന്വേഷണ ചുമതല കൈമാറുന്നത് 4.5 വർഷം ലോക്കൽ പോലീസ് അന്വേഷിച്ചതിന് ശേഷം. പാലക്കാട് ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് തുടങ്ങി. ആൺകുട്ടികളുടെ കബഡിയിൽ ചിറ്റൂർ ബ്ലോക്കിന് കിരീടം. വിദ്യാഭവൻ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം ഞായറാഴ്ച സമാപിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.